ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. ഇതാ നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതാ കുടിയിരിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പോക്കാണ്. വെറും പോക്കല്ല, എന്നൊരു കല്യാണം കൂടി ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ പോയി വരുന്ന വഴിക്ക് വേണം നമുക്ക് വീട്ടിൻ്റെ കുടിയിരിക്കലിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. കുടിയിരിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിലെത്തിയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകലവിധ സാധനങ്ങളും വാങ്ങിയിട്ട് ഒന്നേ മുതൽ വേണമെങ്കിൽ തുടങ്ങാനായിട്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. പള്ളിപ്പടി മുതൽ വെളാഞ്ചേരിയിൽ എത്തിയപ്പോൾ തന്നെ റോഡിൽ വന്ന മാറ്റങ്ങൾ, അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്കിപ്പോൾ ഏതിൽ കൂടെ വരണം ഏതിൽ കൂടെ പോകണം എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ പഠിച്ചിട്ട് വേണമെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇനി വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് വേണം നമുക്ക് വീടൊരു വീടാക്കി എടുക്കാൻ. എന്താ സംഭവം, ഞാൻ 4 മക്കളും ഉമ്മയാണെന്ന് വെച്ചാലും നിക്കിൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇമ്മാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തൃപ്തിയാണ് കേട്ടോ. അത് നാട്ടിലുണ്ടായിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ മാസം വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഉമ്മാനും കൂട്ടിയിട്ടായിരിക്കും കൂടുതലായിട്ടും പോവുണ്ടാവുക. കാരണം ബില്ല് എഴുതിയിട്ട് സാധനങ്ങൾ വാങ്ങി വരേണ്ട ആവശ്യങ്ങൾ വരികയില്ല ഉമ്മാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ. എനിക്ക് എന്തൊക്കെ വേണം, മക്കൾക്ക് എന്തൊക്കെ വേണം, അതുപോലെ ഞാൻ എന്തുകൊണ്ടാണ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കും, എന്തുകൊണ്ടായി അവിടെ വേസ്റ്റ് ആക്കും എന്നുള്ള ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഉമ്മാക്ക് നന്നായിട്ട് അറിവാണ്. അതുകൊണ്ട് തന്നെ ഉമ്മ പറയും ഇതെടുക്കണ്ട ഇഞ്ചി അത് എടുത്താൽ മതി. കാരണം അതവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരുന്ന് കേടൊന്ന് പോകാമെന്നില്ലാതെ അത് ഉണ്ടാക്കി വെക്കൂല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതാ നല്ലത്, എനിക്കത് ശരിയാവില്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉമ്മാക്കൊരു അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അഭിപ്രായത്തിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുമ്പോൾ എനിക്കും അതൊരു റാഹത്താണ് കേട്ടോ. ഇത്തവണ ഞങ്ങൾ ഇന്നെ ഇപ്പോൾ ചടപടയിച്ചിട്ടുള്ള ഈ ഷോപ്പിങ്ങിന് വരവ തന്നെ ഇന്നൊരു ദിവസം കൂടിയേ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു സങ്കടം എന്നാൽ അതൊരു സന്തോഷമുള്ള കാര്യത്തിനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷം ഉള്ളിലുണ്ട് കേട്ടോ. ഏത് ഉണ്ടോ? അങ്ങനത്തെ നമ്മളൊരു കുടിരിക്കലിന് വാങ്ങി കൂട്ടും പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകലമാന സാധനങ്ങൾ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ ടാസ്ക്. സാധാരണ ഉമ്മ ഉണ്ടാവുമ്പോൾ എനിക്ക് ഒന്നിലും ഒരു ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. ഒക്കത്തിനും ഞാൻ മടപ്പം അങ്ങനെ കൂടി കൊടുക്കുക, അല്ലെങ്കിൽ അത് ചെയ്തുകൂടെ ഇത് ചെയ്തുകൂടെ മറ്റേ ഞാൻ നോക്കിക്കോളാം. അല്ലാണ്ട് അങ്ങനെ നമുക്കൊരു ഗൈഡിങ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നീങ്ങും. ഇനിക്ക് നാളെ തൊട്ടിട്ട് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഇതൊക്കെ എങ്ങനെ സെറ്റാക്കി എടുക്കും, മക്കളെ കൊണ്ടുള്ള കാര്യങ്ങളും ഇനി സ്കൂൾ തുറക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴേ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതുവരെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉമ്മ കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉമ്മ ഇന്നൊരു ദിവസം കൂടി നമ്മളപ്പം വീട്ടിലുണ്ടാവുകയുള്ളൂ. നാളെ ഇൻഷാ അല്ലാ ഉമ്മ ഹജ്ജിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉമ്മ പോയി തിരിച്ച് വരണേ വരെയുള്ള സമയം ഞാനും കുട്ടികളും ഒറ്റക്കാണ്. അപ്പോൾ നാട്ടിലായതിന് ശേഷം നാട്ടിൽ ഉള്ള സമയങ്ങളിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനും കുട്ടികളും മാത്രമായിട്ടുണ്ടാവണ കുറച്ച് മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ഉണ്ടാവാൻ പോണത് ജീവിതത്തിൽ ഇട്ടാ. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് നല്ലോണം ആ ഒരു എന്താ പറയുക, ആ ഒരു അനുഭവിക്കാൻ പോണ അതിൻ്റെ ഒരു അവസ്ഥ എനിക്ക് നല്ലോണം ഉള്ളിലേ ഉണ്ട് കേട്ടോ. കാരണം ഇതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് സാക്കും ഒരു ഭാഗത്ത് ഉമ്മ താങ്ങും തണലായിട്ട് നാട്ടിലുണ്ടാകുമ്പോൾ എന്ത് കാര്യങ്ങൾക്കും ഉണ്ടാവും. കാരണം ഇനിയിപ്പോൾ ഒരു പനി ഒരു ജലദോഷം എന്തെങ്കിലും വന്നാൽ അപ്പോൾ സാക്ക് വരച്ച് വീട് പൊട്ടിക്കാണ്ട് ഇങ്ങോട്ട് പോരെ, മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ട ഇങ്ങോട്ട് പോരെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ നേരെ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെ എന്താ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെ മക്കളെ കൊണ്ട് വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇനിയാണ് അത് ശരിക്കും അറിയാൻ വേണ്ടി പോണത്. കാരണം സാക്കും മക്കളും നാട്ടിലില്ലേനും ഇമ്മ ഇന്ന് രാത്രിയും കൂടി അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവും ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടം അല്ല, ആ ഒരു ഫീലിംഗ് നല്ലോണം ഉണ്ട് കേട്ടോ. എന്നാലും അൽഹംദുലില്ലാഹ് നല്ലൊരു കാര്യത്തിനാണല്ലോ അമ്മ പോണത് എന്നുള്ളതിൻ്റെ സന്തോഷവും ഉണ്ട്. എന്തായാലും പോയി ഒക്കെ റാഹത്തായിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ സാധനമൊക്കെ എടുത്തത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഖത്തറിന്ന് കൊണ്ടുവന്നാട്ടോ. മൂലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വരുത്തിയൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഫിനുട്ടം പറയുക, എന്തായാലും നമ്മൾ മീരെ വീട്ടിൽ അങ്ങോട്ട് പോവല്ലേ വെച്ചാൽ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇതിലൊന്ന് എയർ ആക്കി നോക്കട്ടെ, എത്രത്തോളം റെഡി ആവുന്നുണ്ടെന്ന് അറിയാലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അവനിതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് സാധനം കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരട്ടാ. എന്താടാ ഇത് ഇരിക്കാനുള്ള സാധനം തന്നെ അല്ലേ? അത് ശരി, അങ്ങനെയാണ്. ശരിയാ, സാധനം കമത്തിയിട്ട് എയർ ചെയ്യണതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ഷോക്കായിട്ട് അത് എന്താ ഇപ്പോൾ സംഭവം ഇതിൽ ആ ഫോട്ടോയിൽ വീഡിയോയിൽ കണ്ട പോലെ ഒന്നുമില്ലായിരുന്നു. അപ്പോഴും പറയുന്നത് ഉമ്മച്ചി ഇത് തിരിച്ചിട്ടാണ് എന്നുള്ളത്. മറിച്ചിട്ടപ്പോഴാണ് സാധനത്തിൻ്റെ കറക്റ്റ് രൂപം കണ്ടുകിട്ടുക. എന്തായാലും കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇനി ഇരുന്ന് നോക്കിയാലേ വെയിറ്റ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇതാക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പോടായിരുന്നു ഇതിന് പരസ്യത്തിൽ കാല് വെക്കേണ്ടതാണ്. ഞാൻ കാണിച്ചു അതിൻ്റെ പരസ്യം. അതിൻ്റെ പെട്ടിമ അതിൻ്റെ ചിത്രം ഉണ്ടല്ലോ, അതിന് ഇരുന്നിട്ട് കാലിങ്ങനെ അതിമൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണത്. പൊട്ടനെ ഫീനുവേ മണ്ടൻ ഫീനുവേ അതല്ല ഞാൻ നിങ്ങൾക്ക് ഇതിങ്ങനെ കിടന്ന് ആട് ചെയ്യാടാ അതിലിരുന്നിട്ട്. വലിയ ആളായിട്ട് അത് ഞാൻ ഇപ്പം ശരിയായി തരാൻ പറഞ്ഞിട്ട് എടുത്തത് ആളാ. എന്നിട്ട് അതിനെന്തൊക്കെ ഇല്ലാത്ത കുറ്റങ്ങളില്ല. ആരെ വാങ്ങിച്ചാൽ
സത്യം പറഞ്ഞ എനിക്ക് കിട്ടിയ മാപ്പിളയും എനിക്ക് കിട്ടിയ മകനും പൊട്ടന്മാരാണ് പൊട്ടന്മാര്. നിങ്ങളെ ഭാഗ്യാണ് വിചാരിച്ചാൽ മതി. നിങ്ങളെ ഭാഗ്യ വിചാരിച്ചമ്മ ഇന്നെപ്പോലത്തെ ഒരു ഭാര്യനെ കിട്ടിയത് അനക്കും ഇന്നെപ്പോലത്തെ ഒരു ഉമ്മാനെ കിട്ടിയത് ഓനിക്കും. അല്ല കിച്ച ഇച്ചോ ഞാൻ ഇച്ചോനോട് അറിയില്ല ചിരിക്കും ഞാൻ ഫോട്ടോ എടുക്കട്ടേന്ന്. അപ്പോൾ ഓൻ ചോദിക്കുന്നത് സത്യത്തിൽ ആർക്ക് വാങ്ങിയത്? അപ്പോൾ പറയും വാങ്ങിയത് അനക്കാണ്, പക്ഷെ ഇരിക്കല് അനക്ക് വാങ്ങിയതാണ്, പക്ഷെ ഇരിക്കലും കിടക്കലൊക്കെ ഞങ്ങളാണ്. ഇതുപോലെ കാറ്റടിക്കും, കാറ്റ് കഴിയുമ്പോ കാറ്റടിക്കും, കാറ്റടിച്ച് പഠിക്കാൻ. അതിനത് ഇത് കൊലയമ്മ കൊണ്ടിരുന്നു അവിടുത്തെ നട്ടാൻ വെയിലത്ത് ഇത് കിടന്ന കേടൊരു കാറ്റ് എന്റെ പെരവിലെ അമ്മ അതിന് വെയിലാണ്. കാല് വെച്ചേമേ, കാല് വെച്ചാ നോക്കട്ടെ ഫുള്ള് കിട്ടും. സെറ്റല്ലേ വെച്ചാ നല്ല സുഖമല്ലേ? ഉരുവേനൊന്നും ഉണ്ടാവില്ല ഇരിക്കുമ്പോ. അങ്ങനെ ആടിയിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. സൂപ്പർ സാധനം. ഇതെന്താ കാറ്റടിച്ച് നേരത്തെ എൻ്റെ മറ്റേ 3 കിടുങ്ങിണിയോട് ഇവിടെ ഇല്ല ഞാൻ നന്നായി. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ അതിമേ പപ്പ ഇരുന്നില്ലേ? വെയിറ്റ് ചെറിയിച്ചല്ലോ. 85 കിലോ ഉണ്ട് പപ്പ. കാറ്റ് പോകണമൊന്നുമില്ല. ഓടാവും. നല്ല ദമ്മായിട്ടുണ്ടല്ലോ. ഇവിടെ കിടന്നുറങ്ങല്ലേ സുഖമായിട്ട്? രാത്രിയൊക്കെ കിടന്നുറങ്ങണം സുഖമായിട്ട്. എഡിറ്റൊക്കെ ചെയ്ത് നല്ല സുഖമായിട്ട് റിലാക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കാം. പിച്ചറിനെ പോലെ ഒന്നും കൂടി വാങ്ങാമായിരുന്നല്ലോ ചേച്ചി. അതൊന്നും കൂടി വാങ്ങായിരുന്നു. നല്ല രസമുണ്ട്. അങ്ങനെന്താ നമ്മളെ പഴയ അടുക്കളയിൽ വീണ്ടും സജീവമാകാൻ പോവാണ് കേട്ടോ. നമ്മളെ സ്വന്തം അടുക്കളയിൽ വീണ്ടും സജീവമാകാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ തിരക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് 2 ചാക്ക് സാധനങ്ങൾ ഇവിടെയും ഒരു മേശ എന്താ പറയാ ടേബിൾ നിറച്ച സാധനങ്ങൾ ഇവിടെയും. ഇതൊക്കെ പാടി കൂടി അതാത് സ്ഥാനങ്ങളിലൊന്നും നാക്കി വരുമ്പോഴത്തേന് ഇന്നത്തെ ദിവസം തീരും. പിന്നെ മക്കളൊക്കെ വരുന്ന വരെ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് മക്കളൊക്കെ ഉമ്മാൻ്റെ അടുത്ത് അവിടെ ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ വീട്ടിലൊരു വിശേഷം നടക്കാൻ പോവുകയാണ്. അതായത് ഉമ്മാൻ്റെ വീട്ടിൽ നമ്മൾ അൽഹംദുലില്ലാ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു വിശേഷം. അപ്പം ഉമ്മാൻ്റെ അടുത്ത് കുട്ടികളൊക്കെ അവിടെ ഇറങ്ങിക്കണേ. ഇപ്പം ഞാനും കിച്ചു മാത്രം അങ്ങോട്ട് വന്നതാണ്. കിച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ കിച്ചു അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. സത്യത്തിൽ ഈ സാധനങ്ങളും ഞാൻ മാത്രമായി ഇപ്പോൾ വീട്ടിലൊറ്റയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് ലെവലാക്കി വരണം. എന്നിട്ട് രാത്രിയിൽ ഇന്ന് വീട്ടിലേക്ക് പോകണം. അതാണ് നമ്മൾ അടുത്ത പ്ലാനിങ്. അപ്പം എന്തായാലും ചടപടയിച്ചിട്ട് ഇതൊക്കെ ഓരോന്ന് ആക്കാൻ പോകട്ടോ. അപ്പോൾ ആദ്യം ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിലേക്ക് എടുത്ത് വെക്കാം. അതിന് ശേഷം ബാക്കി എന്താ പറയുക മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള അർക്കത്തുറുക്കത്ത് കടലാപ്പയറി ചെയ്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതാത് ബോട്ടിലും കാര്യങ്ങളിലൊക്കെ ആക്കിയിട്ട് ഷെൽഫുകളിലൊക്കെ വെക്കണം. വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് അത് ലോഡാക്കാം. കാരണം മറ്റേതൊക്കെ പാടി ഇന്ന് എത്തി പോകുമെന്നറിയില്ല. എല്ലാം കൂടി ഒന്ന് എത്തുന്നില്ല. കാരണം സമയം 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി എത്തുമ്പോൾ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്കും പോകണം. അപ്പം ഞാൻ വിചാരിക്കണം ആദ്യം പെട്ടെന്ന് പുറത്തിരുന്ന കേടുവരുന്ന സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് വെക്കാന്നുണ്ടോ. അപ്പോൾ അതൊക്കെ നോക്കട്ടെ. ഇതൊക്കെ നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെ ലെവലാക്കി മറിച്ച് വെച്ചതാണ് കേട്ടോ. വെള്ളം കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ സെറ്റാക്കിയതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്നും കൂടി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അതാത് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്നാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ പാത്രങ്ങളൊക്കെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് തോന്നണം. നമ്മളെ ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പം ഇനി ഓരോന്നിലാക്കി സെറ്റാക്കട്ടെ. മക്കളാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചടപടാച്ചിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ തീർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രിഡ്ജിൽ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം വേഗം വീടും പൂട്ടി നേരെ ഉമ്മാടെ അടുത്തേക്ക് പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വന്നതിന് ശേഷം ആദ്യമൊക്കെ ചെയ്യാമെന്ന് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ഖത്തറിൽ പോയി വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ കഴുകി വൃത്തിയാക്കി സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പൊടി തട്ടി വേഗം എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്
അപ്പോൾ അതുപോലെ ഇതാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അങ്ങനെ വന്ന് പോകുന്ന സാധനങ്ങളൊക്കെ ഞാൻ വേഗം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകും. അതായത് ഉമ്മയുടെ പോക്കാണല്ലോ നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് പോകും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ ഉമ്മാനൊക്കെ പറഞ്ഞയച്ച് വന്ന് മറ്റന്നാളോ പിറ്റന്നാളൊക്കെ ആയിട്ട് റിലാക്സ് ആക്കിയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഫാമിലിയിൽ നടക്കാൻ പോകുന്ന വലിയ വിശേഷം എന്ന് പറഞ്ഞത് ഉമ്മയുടെ ഹജ്ജിക്ക് പോക്കണ്ട. കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള പ്രധാന വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദിവസങ്ങളിലെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമ.